ഈ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നത് അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾ ഇവർ ചെയ്തു എന്നുള്ളതുകൊണ്ടാണല്ലോ. ഇപ്പോഴും ഒഴിവാക്കിയ കാര്യത്തിൽ RSSനെ നിരോധിച്ച കാര്യമടക്കം ഒഴിവാക്കിയിട്ടുണ്ട്. ജനാധിപത്യം എന്ന വാക്ക് ഒഴിവാക്കി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും RSS എപ്പോഴും ഈ മാനവ വിഭവശേഷി വകുപ്പ് അതിലൊരു നിയന്ത്രണം ഉണ്ടാകും. നേരത്തെ സ്മൃതി ഇറാനി ആയിരുന്നു, പിന്നെ പ്രകാശ് ജാവ്ദേക്കർ വന്നു ഈ രൂപത്തിൽ. ഇപ്പോൾ മനോഹർ ജോഷി അവിടെ നിന്നാണ് തുടങ്ങിയത്. മാറ്റം വരുത്തുന്നതിന്റെ ആർക്കിടെക്ട്. അതെ, അപ്പൊ ആ രൂപത്തിൽ അപ്പൊ ഈ കാര്യങ്ങളൊന്നും പഠിക്കേണ്ടതില്ല എന്ന് പറയും. ഗുജറാത്ത് കലാപം ഒഴിവാക്കിയല്ലോ. അപ്പോൾ അതെല്ലാം മാറ്റുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ പ്രത്യക്ഷം, ഇതൊക്കെ കുട്ടികൾ, ഇതിപ്പോൾ 12ാം ക്ലാസ്സിലെ പുസ്തകമാണ്. അപ്പോൾ കുട്ടികൾ വലുതായി കഴിഞ്ഞിട്ട് പഠിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ വേൾഡ് വാർ ഒന്നും പഠിക്കുന്നില്ലേ? ഇപ്പോൾ യുദ്ധങ്ങൾ പഠിക്കുന്നില്ലേ? യുദ്ധങ്ങൾ ഇപ്പോൾ മുഗൾ കാലഘട്ടത്തിലെ കുറേ കാര്യങ്ങൾ മാച്ച് പേരുകളടക്കം പേരുകളൊക്കെ കളയുന്നു. ആ പീരീഡ് ഇവിടെ നടന്നുള്ള കാര്യമാണ്. ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഈ ചരിത്രത്തിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യപ്പെടും. ടെക്സ്റ്റ് ബുക്കിലല്ലാണ്ട് അപ്പുറത്ത് വായിക്കുന്ന ഒരു ലോകമുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഈ തരത്തിൽ എന്താ പറയുക, ഈ പോസിറ്റീവായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടല്ല കാര്യം ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളത്. ചരിത്രത്തിൽ വളരെ നെഗറ്റീവായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ അറിയേണ്ടതില്ല എന്നുകൂടിയാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലേക്ക് പോകുമ്പോൾ അതിനെ തടയേണ്ടതുണ്ട്. അങ്ങനെ തടയുന്ന പ്രതിരോധം കൃത്യമായി നടന്നിട്ടുണ്ട്. കർണാടകയിൽ BJP അധികാരത്തിൽ വന്നപ്പോൾ ഒഴിവാക്കിയ പാഠങ്ങൾ വീണ്ടും ചേർത്തിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ എന്നുള്ള പേര് അവർക്ക് കേട്ടുകൂടല്ലോ. ടിപ്പു സുൽത്താന്റെയും ഹൈദരലിയെ കുറിച്ചുള്ള പാഠങ്ങളാണ് ഒഴിവാക്കിയിരുന്നത്. അതൊക്കെ തിരിച്ചെത്തി. ഗിരീഷ് കർണാടിന്റെയും P ലങ്കേഷ് അടക്കമുള്ള പുരോഗമന എഴുത്തുകാരുടെ അധ്യായങ്ങൾ ചേർത്തുകൊണ്ട് വലിയ രീതിയിൽ തന്നെ മാറ്റം നടത്തിയിരിക്കുന്നു. 15 പാഠങ്ങളാണ് മാറ്റി സ്ഥാപിച്ചത്. എന്തൊക്കെ BJP കളഞ്ഞോ അതൊക്കെ പുനഃസ്ഥാപിച്ചു. അപ്പോൾ ഈ ഓരോ തവണയും പുനഃസ്ഥാപിക്കൽ എന്ന രീതിയിലേക്ക് വരുമ്പോൾ കുട്ടികൾ ഈ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സാഹചര്യം കൂടി വരും. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞതുപോലെ നിതീഷ് കുമാറിനെ പോലുള്ള ആളുകൾ കുറച്ച് പുരോഗമന ആശയങ്ങൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നവരാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പ്രതിരോധം വരേണ്ടതുണ്ട്. അതിനകത്ത് തന്നെ ആ ശബ്ദം ഉയരുന്നെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. Meet the editors.